ഉപ്പാപ്പൻ ആരാധിച്ചപ്പോ ഇതാ ജോസഫിന്റെ മേലൊരു അനുഗ്രഹം കടന്നു വന്നുവെങ്കിൽ ഇന്ന് നീ ആരാധിക്കുമ്പോ നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകളുടെ മേൽ ഇത് സ്വരൂപിക്കുകയാണ് ചിലത്. അബ്രഹാമേ, നിനക്ക് മാത്രമല്ല നന്മയെന്ന് യാക്കോബിന്റെ മേലതുണ്ട്, ഇസഹാക്കിന്റെ മേലതുണ്ട്, ജോസഫിന്റെ മേലതുണ്ട്. ആമേൻ. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12:5 അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി അബ്രഹാം ഷേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. കനാന്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പക്കാരാണ്. അവന്മാരവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അബ്രഹാം ഷേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ആ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം അവന് വേണ്ടി പ്രത്യക്ഷമായി. കനാന്യരുടെ ദേശത്ത് ചെന്നെത്തിയപ്പോൾ കർത്താവിന് പ്രത്യക്ഷനായി. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ യാഗപീഠം പണിതു. ഇവിടെ ദൈവം കനാനിലെത്തിയ സമയത്തിൽ, ബാക്കി കൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ, പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ട് ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ച് അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗം പീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വല്ലതും പിടികിട്ടിയോ? ദൈവം അബ്രഹാമിനെ പിടിച്ചിറക്കി കനാന്യരുടെ ദേശത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കനാന്യരെല്ലാം അവിടെ വില്ലന്മാരായിട്ട് ഇങ്ങനെ താമസിച്ചിരിക്കുകയാണ്. ഈ പട്ടണമൊക്കെ ഞങ്ങളുടേതാണ്, ഇവിടേക്ക് ഒരൊറ്റ എണ്ണം കയറി അങ്ങനെ ആരാധിക്കാൻ പരിപാടികളൊന്നും ഒപ്പിക്കാനൊന്നും ഞാൻ പറ്റൂല എന്ന് പറഞ്ഞ് എല്ലാവരും ധൈര്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കനാന്യരുടെ ദേശത്തിലെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നില്ലവിടെ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. ഈ ദേശം ഞാൻ നിനക്ക് തരാൻ പോവാ. ഈ 5 സെന്റ് നിനക്ക് തരാൻ പോവാ. ഈ 50 സെന്റ് നിനക്ക് തരാൻ പോവാം. ഈ 5 ഏക്കർ ഞാൻ നിനക്ക് ഈ പ്രദേശം മുഴുവനും അങ്ങ് നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. ഈ കണ്ണെത്താ ദൂരത്തിലുള്ളത് മുഴുവനും ഞാൻ നിനക്കങ്ങ് തരാൻ പോവുകയാണ്. അബ്രഹാം ഇങ്ങനെ വിചാരിച്ചു, ഷടാ, കനാന്യരുടെ കയ്യിലിരിക്കുന്ന ഈ നന്മ എനിക്ക് എങ്ങനെ അവകാശമാക്കാനായിട്ട് കഴിയും? എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ് മടിച്ചു നിങ്ങളെപ്പോലെ നിന്നില്ല. പുള്ളി എന്താ ചെയ്യുന്നറിയാം? ദൈവം പറഞ്ഞു, ഞാൻ ഇനി സ്വന്തമായിട്ട് വസ്തുവില്ലാത്തവനായിട്ട് ഇങ്ങനെ നടക്കാനുള്ളവനൊന്നും അല്ല. ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യവും കൈനീട്ടിക്കൊണ്ട് നടക്കാനുള്ളവനൊന്നും അല്ല. ഞാൻ എല്ലാ കാലഘട്ടത്തില് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാനുള്ളവനല്ല. അവനറിയാം, ദൈവം പറഞ്ഞാലും കനാന്യർ എനിക്ക് തരത്തില്ല. തരണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചാലേ പറ്റത്തേ ഉള്ളൂ. അവൻ അവിടെ തന്നെ അവിടെ തന്നെ അവനൊരു പുതിയ യാഗപീഠത്തെ പണിത് അവൻ അവിടെ വെച്ചൊന്ന് ആരാധിച്ചപ്പോൾ ആ പട്ടണം മുഴുവന് കനാന്യന്റെ കയ്യിൽ നിന്ന് സ്വർഗം അബ്രഹാമിന് മടക്കി കൊടുത്തുവെങ്കിൽ ചില നന്മകൾ അവകാശമാക്കണമെങ്കിൽ ആരാധന വെളിപ്പെടണമെന്ന് മനസ്സിലായവർ 2 കരങ്ങളെ അടിച്ച് ആരാധിച്ച് ചിലത് അവകാശമാക്കിക്കോ. കനാന്യരല്ല, യഫൂസിരല്ല, മിശ്രയമല്ല, ഏത് ജാതിക്കാരന്റെ കയ്യിലുള്ളത് അവകാശമാക്കുവാൻ അബ്രഹാമിൽ നിന്ന് ഒന്ന് പഠിക്ക്. അവൻ ആരാധിച്ച് അവകാശമാക്കിയെങ്കിൽ ചില നന്മകൾ കൈവിട്ടു പോയെങ്കിൽ, ചില നന്മകൾ അവകാശമാക്കാൻ കഴിയാണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ സമയത്തിൽ ഗോഡ്സ് ഹൗസിനകത്ത് ഒരു ആരാധന വെളിപ്പെടുമ്പോൾ ചിലത് നീ അവകാശമാക്കോ. അബ്രഹാം അപ്രകാരം തന്നെ ആരാധിച്ച് താൻ മാത്രമല്ല, അബ്രഹാം ആരാധിച്ചപ്പോൾ ആ അനുഗ്രഹം അടുത്ത് ഇസഹാക്കിന്റെ മേൽ കടന്നു വന്നു. ഇസഹാക്കും ബഹുസമ്പന്നനായി തീർന്നു. ഉപ്പാപ്പൻ ആരാധിച്ചപ്പോ ഇസഹാക്ക് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് യാക്കോബിന്റെ മേൽ ഒരു അനുഗ്രഹ കൈമാറ്റം സംഭവിച്ചു. ആ മേൽ ഉപ്പാപ്പൻ ആരാധിച്ചപ്പോ ഇതാ ജോസഫിന്റെ മേൽ ഒരു അനുഗ്രഹം കടന്നു വന്നുവെങ്കിൽ ഇന്ന് നീ ആരാധിക്കുമ്പോ നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകളുടെ മേൽ ഇത് സ്വരൂപിക്കുകയാണ് ചിലത്. അബ്രഹാമേ, നിനക്ക് മാത്രമല്ല നന്മയെന്ന് യാക്കോബിന്റെ മേലതുണ്ട്, ഇസഹാക്കിന്റെ മേലതുണ്ട്, ജോസഫിന്റെ മേലതുണ്ട്.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധിക്കാത്തവർക്ക് ഇന്ന് ബുദ്ധിമുട്ടാണ്. ആരാധിക്കാത്തവരുടെ അനുഗ്രഹം തടസ്സപ്പെടുകയാണ്. ഇല്ല സഹോദരങ്ങളെ, രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് പിടിച്ചെടുത്തോ. എത്രത്തോളം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ ചില നന്മകളെ, ചില നേട്ടങ്ങളെ, ചില വിടുതലുകളെ അവകാശമാക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പൂർവ്വ പിതാക്കന്മാരുടെ നന്മകൾ ഹല്ലേലൂയ. അവരാരാധിച്ചില്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് ചിലത് സ്വരൂപിക്കുവാൻ, അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് ഒന്നും സ്വരൂപിച്ചില്ലെങ്കിൽ നീ ആരാധിച്ച് അവർക്ക് വേണ്ടിയുള്ള ചില അസറ്റുകൾ ഒരുക്കി വയ്ക്കാം. ആമേൻ. ഒരുപക്ഷെ ആരാധനയും ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹമാണ് എങ്കിലും കുറച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എൻ്റെ കർത്താവ് അതുകൊണ്ടാണ് പ്രാരംഭത്തിലെ പറഞ്ഞത്, ഏതൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹൗവ്യം കൊണ്ടാക്കി വെച്ചപ്പോൾ വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, നീ തോട്ടത്തിൽ വേല ചെയ്യണം, നീ തോട്ടത്തെ കാത്തുകൊള്ളണമെന്ന്. ഇന്ന് പകൽ സമയത്തിൽ ശരീരം വയർത്താലും കുഴപ്പമില്ല, ക്ഷീണിച്ചാലും കുഴപ്പമില്ല, ദൈവഹിതം അതാണെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് അനുഗ്രഹം പ്രാപിക്കും. ഞാൻ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്ത് ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ഞാൻ ആരാധിച്ച് അനുഗ്രഹത്തെ കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. സ്വാഭാവികമായിട്ട് മനുഷ്യർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്, നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ആരാധിച്ച് വരുമ്പോൾ ക്ഷീണിച്ചു പോകും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനകത്ത് വന്നാൽ ക്ഷീണിക്കത്തില്ല. ഏകദേശം 28 വർഷക്കാലമായിട്ട് ആരാധിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. പ്രൈസ്. ഞാനിവിടെ നടത്തിപ്പുകാരനായതുകൊണ്ട് ഞാൻ ഇറങ്ങി ചാടുന്നില്ല. ആമീൻ. ഇന്ന് പകൽ സമയം അഭിഷേകം അകത്ത് കത്തുന്നവന് ആമീൻ ഒരു ഞായറാഴ്ച ആരാധിച്ചാൽ കൊതി തീരത്തില്ല. 2 ഞായറാഴ്ച ഈ മാസം മുഴുവനും അഭിഷേകത്തിൽ ആരാധിച്ചാൽ നിന്റെ കൊതി തീരത്തില്ല. കാരണം അകത്തളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നിനക്ക് മുമ്പിൽ വഴി തുറക്കുന്ന, നിനക്ക് ചില നന്മകള് തുറന്നു നൽകപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നുവെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബലഹീനതയൊക്കെ വരുന്നുവെങ്കിൽ ദൈവം അതിനെല്ലാത്തിനും പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ദൈവസഭയ്ക്കകത്ത് നമ്മൾ ആരാധിച്ച് ക്ഷീണിക്കുകയല്ല, ആരാധിച്ച് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. സ്വത്രം. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 19 മുതലുള്ള വാക്യങ്ങൾ സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. ശ്രദ്ധിച്ചോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ക്ഷീണിത അനുഭവങ്ങൾക്ക് ദൈവം മാറ്റം തരുന്നത്. അതെ, മത്തായി 14:19 പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. ഉടനെ യേശുദാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. എന്തിനായിരിക്കാം യേശു നിർബന്ധിച്ചത്? അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റത്തില്ല. ഇല്ല, നിർബന്ധിച്ചു. ചിലരൊക്കെ മിഷൻ ജേണിക്ക് വരുമ്പം ചുമ്മാ വരത്തില്ല, അവരെ നിർബന്ധിച്ചാലേ വരത്തുള്ളൂ. ഇവിടെ ശിഷ്യന്മാര് നീ അങ്ങനെ ഒതുങ്ങിയിരുന്നാൽ പറ്റത്തില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ചതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. നമുക്ക് ആ സംഭവം ഒന്ന് ഭാവനയിലൊന്ന് കാണാം. ഭാവനയിൽ വേറൊന്നുമല്ല, അന്ന് യേശുവിൻ്റെ ഒരു വലിയ സുവിശേഷ പ്രവർത്തന പേരിൽ നടക്കുകയാണ്. ഇത്രയും പേരൊന്നും അല്ല കേട്ടോ, 5000 പുരുഷന്മാർ. എത്രയാണ്? 5000 പുരുഷന്മാർ. നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിനും അറിയാം ഇതിപ്പം ഇന്ത്യയാണ്, ഇവിടത്തിന് ആൾക്കൂട്ടമൊക്കെ കൂടുതലാണ്, അത് 2. പക്ഷെ അന്ന് അങ്ങനെ ഒരു ലെവലില്ലായിരുന്നു. എത്ര കുട്ടികളെ ആവശ്യമുണ്ടോ അത്ര ഇങ്ങനെ കൊടുത്തുണ്ട്. അപ്പം ഞാൻ ഇതൊരു ഭാവനയിൽ പെട്ടെന്നങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അതിനകത്ത് നോക്കുമ്പോൾ 1 പുരുഷൻ, അതിനകത്ത് ഇത്രയും സ്ത്രീകൾ, അങ്ങനെയാണ് അതിനേക്കാളും കൂടുതൽ പിള്ളേരും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൂട്ടമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു വലിയ ഗ്രൂപ്പാണ്, ഒരു വലിയ കൂട്ടം. സന്തോഷത്തോടെ യേശുവിൻ്റെ അടുക്കൽ അത്രയും പേര് കൂടി ഇതിനായിട്ട് ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. ജനത്തിന് വരാനുള്ള മനസ്സ് കൊടുത്തു, ജനത്തിന് വരാനുള്ള മനസ്സ് കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അങ്ങനെ വലിയൊരു കൂട്ടം. യേശു ഉണ്ട്, കർത്താവ്
അങ്ങനെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ. ഗെത്സമനത്തോട്ടത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ് യേശു. അപ്പോൾ യേശു കർത്താവ് ആമേൻ പ്രാർത്ഥിച്ചങ്ങനെ ഒരുങ്ങി ഇരിക്കുന്ന സമയമാണ്. കർത്താവ് പഴയ നിയമത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ മോശയോട് കർത്താവ് പറഞ്ഞു കാലിൽ ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞു. പക്ഷേ പുതിയ നിയമത്തിൽ യോഹന്നാൻ പറഞ്ഞു യേശുവിൻ്റെ കാലിൽ ചെരുപ്പ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ ചെരുപ്പൊക്കെ കർത്താവ് എല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അവൻ കർത്താവ് എല്ലാം കൊടുത്ത് ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞ സമയത്തിലേക്കും അവന് കാലിന് ചെരുപ്പും കൈക്കും മോതിരവും തടിപ്പിച്ച കാളക്കുട്ടി. അപ്പോൾ പഴയ നിയമത്തിൻ്റെ വ്യത്യസ്തമായ വിധത്തിൽ പുതിയ നിയമത്തിൽ എല്ലാം കൊടുത്തു, എല്ലായിടങ്ങളിലും ഒക്കെ കൊടുത്തു. കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവ് കൊടുത്ത അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ധ്യാനിച്ചോളൂ. പക്ഷേ ശിഷ്യന്മാര് കാലിൽ ചെരുപ്പും കെട്ടി കോട്ട് വിട്ട് സൂട്ട് വിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇല്ല, അവർ ജനത്തിൻ്റെ ഇടയിൽ പോയി അവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പുല്ല് വെട്ടുന്നു, കാട് വെട്ടുന്നു, ഇരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു, പ്രസംഗിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നു. അവർക്കറിയാം പ്രസംഗിക്കുന്ന മാത്രമല്ല ശുശ്രൂഷ, രോഗികളെ സൗഖ്യമാക്കുന്ന മാത്രമല്ല ശുശ്രൂഷ, ഈ വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ട് തൃപ്തിയോടെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷയാണ്. ഒരു ദൂത് പിടിച്ചെടുത്തോ പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും മാത്രമല്ല ശുശ്രൂഷ. ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആരൊക്കെ എവിടെ ചെയ്യുന്നു അതെല്ലാം ശുശ്രൂഷയാണ്. മനസ്സിലായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പൊ ചിലർ കൈയടിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. ഞങ്ങൾ ഈ ദൈവാലയക്ക് വേണ്ടിയിട്ട് ഒന്നും ഇല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെ ഫലം തന്നെ ഇവിടെ കത്തി നിൽക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കറണ്ടി അടച്ചു കൊടുക്കുന്നത്. നിങ്ങൾ തന്നെയാണ് മന്നാ ടിവിയുടെ പൈസ മൊത്തം കൊടുക്കുന്നത്. നിങ്ങൾ തന്നെ ആയിരിക്കപ്പെടുന്നു സുവിശേഷ വേലയ്ക്ക് ആവശ്യമുള്ള ക്രമീകരണം. നിങ്ങൾ തന്നെയാണ് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഈ സുവിശേഷ വേല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രസംഗികളെ. ചിലർ സാമ്പത്തികമായി കൊടുക്കുന്നുവെങ്കിൽ മറ്റു ചിലർ ആളായിട്ട് നിന്ന് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കൊച്ചുമോൻ അവൻ്റെ പക്കലിരുന്ന് 5 അപ്പവും 2 മീനും കൊണ്ടുവന്നുവെങ്കിൽ ഇവിടെ ഇതാ ശിഷ്യന്മാർ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഭാവനയിലൊന്ന് കാണണേ. ഈ വലിയൊരു ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവോ? 12 പേര് ചേർന്നിട്ടാണ് 5000 പുരുഷന്മാരെന്ന് ദൈവം പറഞ്ഞതും. ഞാനിപ്പോൾ പിള്ളേരുടെ കണക്കൊക്കെ നിരത്തി വെച്ചു, സ്ത്രീകളുടെ കണക്ക്. അങ്ങനെ വലിയൊരു കൂട്ടം. ഞാൻ 20,000 30,000 ഒന്നും ഞാൻ പറയുന്നില്ല, വലിയൊരു കൂട്ടം. അവർക്ക് 12 പേര് പാവിരിച്ചു കൊടുത്തു ഇരിക്കാൻ. 12 പേര് ചെയറിട്ട് കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് ഈ 12 പേര് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പക്ഷെ ഒന്ന് മാത്രം ചെയ്തില്ല. കിച്ചണിൽ ഒരു പരിപാടി ഒപ്പിച്ചില്ല. ഒരു പരിപാടി കിച്ചണിൽ ഒപ്പിച്ചില്ല. യേശു കർത്താവിൻ്റെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി, രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ യേശു പ്രസംഗിച്ചു. രാവിലെ തുടങ്ങിയ മെസ്സേജ് വൈകിട്ട് 6 മണിയായിട്ട് ഒരൊറ്റ കണ്ണിമ വെട്ടിയില്ല. സ്വത്രം 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 സ്വത്രം. യേശു പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തി പോലും അനങ്ങിയില്ല. ആരും കണ്ണുപോലും ഇമോട്ടാതെ ഇങ്ങനെ ഇരുന്നു. അത്രത്തോളം ലാവണ്യമുള്ള വാക്കുകളാണ് യേശു കർത്താവിന്റെ വായിൽ നിന്ന് വരുന്നവർ. ഒന്ന് മനസ്സിലായി വരുന്ന ഓർത്തൊന്ന് കൈയടിച്ച്. യേശു അപ്പന്റെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ എന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. എനിക്ക് ഉറങ്ങാൻ തോന്നത്തില്ല, എനിക്ക് വീട്ടിൽ പോകാൻ തോന്നത്തില്ല. ഞാനത് കേട്ട് 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 കേട്ടിരുന്നു പോകും. യെസ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. 1 മണിയായി. എനിക്കറിയാം, നമുക്കറിയാം, നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കൃത്യമായിട്ട് 1 മണിക്ക് കഴിക്കുന്നവരാണെങ്കിൽ ആമാശയായിരുന്നു കിയോനെ വിളിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് 2 മണിക്ക് കൃത്യമായിട്ട് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 4-5 ദിവസം 2 മണിക്ക് കൃത്യമായിട്ട് കഴിച്ചപ്പെടുത്തി 2 മണിയാകുമ്പോൾ അകത്തൊരു കത്തലും പിടിയും. അപ്പം ഞാൻ ഇപ്പോൾ ആൾക്കാർ ഇരുന്നാലും ഞാൻ പതുക്കെ ഓടിച്ചെന്നൊരു ശകലമെങ്കിലും എടുത്ത് കഴിച്ചിട്ടേ വന്നിരിക്കുള്ളൂ. കാരണം അകത്ത് ഭയങ്കര വിശപ്പ്. ഞാനിങ്ങനെ ഇതിനെ രാവിലെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഈ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ, ഇവരുടെ എല്ലാം വയറ്റിനകത്തൊരു കത്തൽ എനിക്ക് വന്നതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു കത്തൽ വന്നു കാണും. പക്ഷെ ഒരൊറ്റ വ്യക്തി പോലും ആ കത്തൽ അറിഞ്ഞില്ല. ദൈവവചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വാക്കുകളുടെ ശക്തി, യേശു കർത്താവ് അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആരും അറിഞ്ഞില്ല. വൈകിട്ട് കർത്താവ് ഒന്നും വാച്ച് നോക്കാതെ, ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കി. യേശു അപ്പം വാച്ചൊന്നും നോക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ വിശപ്പറിയാതെ അവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശിഷ്യന്മാർ വാച്ച് നോക്കും കറക്റ്റായിട്ട്. അവരുടെ ജോലിയുടെ ഭാഗം കൂടിയാണല്ലോ. ഇനിയിപ്പോൾ യവന്മാർ ഇവിടെ വീട്ടിൽ പോവാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തിന് പന്തലിടണം. ഞങ്ങൾ 12 പേരും കൂടെ ഇറന്ന് ഇവർക്ക് മഞ്ഞടിക്കാതെ എന്ത് ചെയ്യണം?
കിടക്കാൻ വേണ്ടി പന്തൽ കെട്ടണം. അതുകൊണ്ട് ഒരു 5-5:30 മണി ആയിരുന്ന സമയത്തിൽ 5 മണി അപ്പോഴത്തേക്ക് കർത്താവിന് തുണ്ടെഴുതി കൊടുത്തു. കശോപ്പ സമയം എത്രയായി? അമ്മർക്ക് ചാപ്പാടും കൊടുത്തില്ല, വീടുകളിലൊക്കെ തിരിച്ച് നിർത്താളെയാണ്. പ്രസംഗം നിർത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പ്രസംഗം അങ്ങ് നിർത്തിയിട്ട് പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഭക്ഷണം കൊടുക്കാതെ വിടണ പരിപാടിയില്ല, ഭക്ഷണം കൊടുക്കണം. 12 പേര് ആകപ്പാടെ രാവിലെ മുതലേ ഇത്രയും ജോലികൾ, രാവിലെ മുതലല്ല, എനിക്കൊന്ന് 2 ദിവസം മുമ്പേ തുടങ്ങി കാണും. എത്രയും ജോലിയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഇനി പ്രസംഗം കേൾക്കുന്നതിന് ക്ഷീണമുണ്ട്. ഹല്ലേലൂയ. പലരും ഉറങ്ങണ ഒരു കാരണം എന്താ? ക്ഷീണമാണ്. രാവിലെ വെളുപ്പിലേക്ക് തുടങ്ങിയവരാ കാണും, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ പല ഒരുക്കങ്ങൾ ചെയ്തവരാണ്. അവരിപ്പോൾ ഉറങ്ങും. ശിഷ്യന്മാർക്കും ക്ഷീണമുണ്ട്. അവരിത്രയും കാര്യങ്ങൾ, അപ്പോൾ ശുശ്രൂഷയിൽ കൂടെ നടക്കുന്നവർക്കും ക്ഷീണമുണ്ട്. അവരാകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു, അന്ത്രയോസ് കൊണ്ട് കൊടുത്തു. ആമേൻ. അടുത്ത യേശു അതിനെ അങ്ങോട്ട് വാഴ്ത്തി. ഡയറക്റ്റ് കൊടുത്തില്ല, ശിഷ്യന്മാർക്ക് തന്നെ കൊടുത്തപ്പോൾ ഇനി യേശുവിനെ ഡയറക്റ്റ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നടക്കരുത്. കർത്താവ് അവർ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇനി ഞാൻ യേശുപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുള്ളൂ എന്ന് കൊച്ചുമോനും പറഞ്ഞില്ല. ഇത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്താൽ യേശു കർത്താവ് ഇതിനെ വാഴ്ത്തി നൽകും. അപ്പോൾ അങ്ങോട്ട് കൊടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശു തിരിച്ച് അതിനെ വാഴ്ത്തി നുറുക്കി ഇവർക്ക് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ പോയി നോക്കൂ, എല്ലാവരും ബൊഫേ ഒന്നും അല്ലാന്നേ. ബൊഫേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്കറിയാം. ഒരു പ്ലേറ്റും കൊണ്ടുവന്ന് ഇങ്ങനെ ചെന്ന് അമ്മമാരിങ്ങനെ തൊട്ടുകൂട്ടാൻ ഇഞ്ചി വെച്ചതുപോലെ മീൻകറി വെച്ചു, ഇഞ്ചി വെച്ചതുപോലെ തന്നെ അവിയൽ വെച്ചു, ഇഞ്ചി വെച്ചതുപോലെ പച്ചടി വെച്ചു, ഇഞ്ചി വെച്ചതുപോലെ തന്നെ മീൻകറി വെച്ചു, എല്ലാം വെച്ച് അത് കർത്താവിനറിയാം. മനാരും നന്നായിട്ട് വിളമ്പി കൊടുക്കൂല എന്നറിയാം. അതുകൊണ്ട് എല്ലാത്തിനും അങ്ങോട്ട് ഇരുത്തെന്ന് പറഞ്ഞു. വിളമ്പുകാർ എന്നിട്ട് പോട്ടത് 12 പേരാണ് ജോലിക്കാർ. 12 പേര് എല്ലാവരും ഇരുത്തി. എങ്ങനെ ഇരുത്തി? ഇത് വലിയ കുഴപ്പമില്ല. ഒന്നാമത്തെ വഴി, രണ്ടാമത്തെ വഴി, മൂന്നാമത്തെ വഴി, നാലാമത്തെ വഴി. അപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങളിൽ ഭയങ്കര നിഷ്ഠയാണ്. എങ്ങനെയെങ്കിലും ഇരുന്നാൽ ഞാൻ നിനക്ക് പപ്പവും മീനൊന്നും തരൂല, അടുക്കും ചിട്ടയോടെ വന്നിരിക്കണം. സ്വോത്രം. ഒന്ന് കൈയടിച്ചോ. പള്ളിക്കകത്തിരിക്കുമ്പോഴും അടുക്കും ചിട്ടയോടെ, എന്താ, പന്തിയായിട്ടിരിക്കണം. പന്തിയായിട്ട് ലെവൽ അനുസരിച്ചിരിക്കണം. അടുക്കും ചിട്ടയോടെ ഇരിക്കണം. സ്വോത്രം. അപ്പോൾ എല്ലാവരും ഇരുത്തിയെന്നങ്ങ് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത വിഷയത്തിൽ പോകാൻ പറ്റൂല. നിങ്ങൾക്കറിഞ്ഞൂടാ. ഈ നമുക്ക് 5000 പേരെ തന്നെ എടുക്കാം. ഈ 5000 പേരെ ഇരുത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിഞ്ഞൂടാ, നമുക്കറിയാം. അവർ ഇരുത്തിയെന്നങ്ങ് പറഞ്ഞപ്പോൾ, അവർക്കങ്ങ് വിളമ്പിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. പക്ഷെ അതിനകത്തോട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ 5000 പേരെ ഇവരെങ്ങനെ ഇരുത്തി, 5000 പേരെ എങ്ങനെ ലെവലാക്കി? ഭയങ്കര ബുദ്ധിമുട്ടാ. സ്വത്രം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മളിവിടെ ചെറിയ ലൈനായിട്ട് നിർത്താൻ തന്നെ എന്തുമാത്രം. നിങ്ങളെ കുറ്റമൊന്നുമല്ല, നമ്മൾ മനുഷ്യരായതുകൊണ്ട് അങ്ങനെയാണ്. നമുക്ക് ചിന്തിക്കാനും കഴിവൊന്നും പെട്ടെന്ന് വീട്ടിൽ പോകാനും ഒരുപാട് ഇതൊക്കെ ഭാഗമാണ്. പക്ഷേ അവരെന്തുമാത്രം, ഈ 12 പേര് എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് എൻ്റെ ഭാവന. അവരെല്ലാത്തിനും ഇരുത്തി വിളമ്പാൻ പറഞ്ഞു. ഈ 12 പേര് ഇവർക്കെല്ലാവർക്കും വിളമ്പണ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് കല്യാണത്തിന് വിളമ്പാൻ പോയിട്ടുള്ളവർക്കറിയാം. പണ്ടങ്ങാണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഒരു കല്യാണത്തിനോ 2 കല്യാണത്തിനോ ഞാൻ അവസാനം എൻ്റെ കൈയൊക്കെ കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. നടുവല്ല, അതിങ്ങനെ മേശപ്പുറത്തൊന്നും അല്ല, ഇവരില്ല തറ. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്രായ അതാണല്ലോ, തറയിൽ ഇങ്ങനെ അങ്ങ് ഇരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അവസാനം വടക്കേന്ത്യ പോയാൽ സമ്മതിക്കണം, അവർക്കൊരു കുഴപ്പമില്ല. അവർ ഇരുന്നും കിടന്നുമൊക്കെ അഞ്ഞ് വിളമ്പിക്കൊണ്ട് പോകും. അപ്പോൾ വിളമ്പിനും ഭയങ്കര ക്ഷീണം. 12 പേര് ഇവർക്ക് ഇത്രയും പേർക്കും ഭക്ഷണം വിളമ്പി, എല്ലാവർക്കും വിളമ്പി. ഞാനിതൊക്കെ പറയുമ്പോൾ യേശുപ്പന് വേണ്ടിയിട്ട് ഇച്ചിരി ശരീരം വിയർക്കുന്നവർ, ഇച്ചിരി ശരീരം ക്ഷീണിക്കുന്നവർ, ഇച്ചിരി ബുദ്ധിമുട്ടുന്നവരൊക്കെ ഈ ശിഷ്യന്മാരെ കണ്ടുപഠിക്കണം. എല്ലാവർക്കും വിളമ്പി. ആമേൻ. അപ്പോൾ യേശുപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിള്ളേർ കൊള്ളാം, ഞാൻ ഇച്ചിരി പ്രസംഗിച്ചതേ ഉള്ളൂ, പക്ഷേ ഇവന്മാരെന്തുമാത്രം കിടന്ന് ജോലി ചെയ്യണമെന്നറിയാമോ? നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങോട്ട് പോവുകയല്ല. സ്വോത്രം. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? അവരെ ലൈനാക്കി, അവരെ ഇരുത്തി, അവർക്ക് വേണ്ടിയിട്ട് വിളമ്പി. അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞങ്ങ് തീർക്കാം. പക്ഷേ ഒരു പരുവമായി, ശിഷ്യന്മാരെല്ലാം ഒരു പരുവമായി, ഏകദേശം നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? കൊള്ളാം, നല്ലതെന്ന് പറഞ്ഞല്ല. ആമീൻ. എല്ലാം വിളമ്പി തീർന്നപ്പോൾ 12 കുട്ട, 12 പേർക്ക് എത്ര?
12 മനസ്സിലായവർ കൈയടിച്ചു പറ, നീ വിളമ്പിയെങ്കിൽ നിനക്ക് ഞാൻ ഫലം നൽകും. ഒരു കുട്ട നീ എടുത്തോ, 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 ഒരു കുട്ട നീ എടുത്തോ. 12 പേർക്കും ഓരോ കുട്ട സ്വർഗത്തിലെ ദൈവം മാറ്റി വെച്ചുവെങ്കിൽ ശുശ്രൂഷ നിമിത്തം വിയർക്കുന്നവര്, ശുശ്രൂഷ നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവര്, ശുശ്രൂഷ നിമിത്തം ത്യാഗം അനുഭവിക്കുന്നവർ, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു കുട്ട കൃത്യമായിട്ട് തെറ്റാതെ മാറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലായവർ, വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്വന്തം പറ. ഇന്ന് നീ കടന്നു വന്നപ്പോൾ ബസ്സിനകത്ത് ചവിട്ട് കെട്ടി നീ ട്രെയിൻ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. നിന്റെ ആരാധനയ്ക്ക് ഫലം നൽകുന്ന ദൈവം, നിന്റെ ആരാധനയ്ക്ക് എന്റെ കർത്താവ് പ്രതിഫലം നൽകും. നിങ്ങൾ ചിന്തിക്കണം, എന്താ ഈ 12 എന്നുള്ള 13 കൂട്ടം എടുക്കാത്തത്? എങ്കിൽ അവിടെ അടിയടക്കും അല്ലേ? ഈ ഒരു കൂട്ടം അധികം വരും. അപ്പോൾ എന്ത് ചെയ്യും? പത്രോസ് എന്നിട്ടും ആ ഒരു കൂട്ടോടെ എനിക്ക് ചെയ്യും. അപ്പം അന്ത്രിയോസ് പറയും, അങ്ങനെ നീ മാത്രം 2 കൂട്ടം എടുക്കണ്ട. ദൈവത്തിനറിയാം 12 എണ്ണം ജോലി ചെയ്തെങ്കിൽ 12 കുട്ട ശേഷിപ്പെടുത്താൽ മാത്രം മതി. ഓരോരുത്തർക്കും ഇത്രയും ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ സ്വർഗത്തിലെ ദൈവം ആ ശിഷ്യന്മാർക്ക് വേണ്ടി ശേഷിപ്പ് കൊടുത്തുവെങ്കിൽ ഇന്നിവിടെ വിതയ്ക്കുന്ന വിത്തുകൾ, ഇന്നിവിടെ ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നത്, ദൈവസന്നിധിയിൽ സ്തുതിക്കുന്നത്, ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത്, നിനക്കൊരു ശേഷിപ്പ് എടുക്കുന്ന ഒരു കാലഘട്ടം വരും. നിനക്ക് വേണ്ടി സ്വർഗം ചിലത് കരുതി വച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ദൈവം ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട്. പോരാ, ഒന്ന് കരമടിച്ച് വിയർക്കട്ടെ, ക്ഷീണിക്കട്ടെ. ശിഷ്യന്മാർ ക്ഷീണിച്ചതുപോലെ എന്റെ കർത്താവ് അവരെ കരുതിയിരുന്നല്ലോ, എന്റെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയതല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി അവൻ ഒരുക്കും. നിന്റെ ശരീരം ക്ഷീണിക്കുന്നതനുസരിച്ച്, ഹല്ലേലൂയ, നിന്റെ ശരീരം വിയർക്കുന്നതനുസരിച്ച് ദൈവം ചിലത് നിനക്ക് വേണ്ടി ഒരുക്കും. ഇപ്പൊ മനസ്സിലായോ എന്തിനാ കർത്താവ് നിർബന്ധിച്ചു എന്ന്? നിങ്ങളാണെങ്കിൽ ഇങ്ങനെ വലിയൊരു കൺവെൻഷൻ കഴിഞ്ഞ്, ഇങ്ങനെ വലിയൊരു മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും നല്ല ക്ഷീണിച്ച് തളർന്ന് 12 എണ്ണം ഒഴിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പാ കിട്ടിയെങ്കിൽ ഇത്തിരി കിടന്ന് ഉറങ്ങായിരുന്നു. കാരണം ഇത്തിരി റെസ്റ്റ് എടുക്കണ്ടേ? യേശുവിനറിയാം യൗമാരെ വിട്ടാൽ ഇനിയിപ്പോൾ യൗമാരെ ഉറങ്ങാൻ പോകും, റെസ്റ്റ് എടുക്കാൻ പോകും. ഉടനെ പറഞ്ഞു, വാ 12 ഓടിപ്പാ, അക്കരയ്ക്ക് പോകണം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം. അവിടെ ഒരു ഭൂതം പിടിച്ച് ഒരുത്തൻ കിടക്കുകയാണ്, പെട്ടെന്ന് പോകണം, വണ്ടി എടുക്ക, ഒറീസയ്ക്ക് വിട്. സ്വത്രം. യേശുവിനറിയാം ഇപ്പൊ ശിഷ്യന്മാർക്ക് ഒരല്പം പ്രഷർ കൊടുത്തില്ല എങ്കിൽ ഇവരാരും വടക്കേന്ത്യ വരത്തില്ല, ഇവരാരും ഒറീസയിൽ വരത്തില്ല, ഇവരാരും തിങ്കളാഴ്ച ജോലി ചെയ്യത്തില്ല, ഇവരാരും വൈകിട്ട് കൺവെൻഷന് പോകത്തില്ല, ഇവരാരും വീണ്ടും ആരാധിക്കത്തില്ല. അതുകൊണ്ട് യേശു കർത്താവ് അവരെ നിർബന്ധിച്ചോ, നിങ്ങൾ ഈ 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ 5000 പുരുഷന്മാർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് വെച്ച് നിങ്ങളിവിടെ ക്ഷീണിച്ച് നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ല. 3.5 വർഷക്കാലം മാത്രമേ നമുക്കുള്ളൂ. ഈ 3.5 വർഷക്കാലത്തിനകത്ത് വെച്ച് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമുക്ക് ചെയ്യണം. അക്കരയ്ക്ക് വണ്ടി എടുക്ക വിട്ടോ എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ആരാധിച്ച് ക്ഷീണിക്കരുത് കേട്ടോ. ആരാധിച്ച് സ്തുതിച്ചും മടുത്തു പോകരുത്. എന്റെ ദൈവം നിന്നെ നിർബന്ധിക്കും. മനസ്സിലായവർ കൈയടിച്ചു പറ, ദൈവം ചിലടത്ത് നിർബന്ധിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ആത്മാവ് നിന്നെ ഉത്സാഹിപ്പിക്കുന്നതിന്റെ പിന്നിലുണ്ട്. നീ മടിച്ചിരിക്കും, നീ ക്ഷീണിച്ചിരിക്കും. രാവിലെ മുതൽ ആരാധിച്ചത് കൊണ്ട്, രാവിലെ മുതൽ സ്തുതിച്ചത് കൊണ്ട് നീ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് അത് ഇഷ്ടമില്ല. നീ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ബലപ്പെടുന്നത്. നിനക്കുള്ള 12 കൂട്ടം അവൻ വേർതിരിക്കുന്നുണ്ട്, നിനക്കുള്ളത് അവൻ വേർതിരിക്കുന്നുണ്ട്, നിനക്കുള്ളതൊക്കെ അവൻ മാറ്റി 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 വയ്ക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ദൈവം നമ്മളെ പ്രഷർ ചെയ്യുന്നുവെങ്കിലും മറ്റൊരു ഭാഗത്ത് നമുക്ക് കരുതേണ്ടതെല്ലാം കരുതുമെന്നുള്ളത് ഒരിക്കലും സഭ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഉപവാസം ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ കുറഞ്ഞു പോകരുത്, നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് കടന്നു പോകരുത്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കേണ്ടത് സകലവും ഒരുക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കും. എനിക്ക് വേണ്ട സകലവും ദൈവം കാണും. ഈ ലോകത്തിന്റെ മനുഷ്യൻ ഒരുക്കിയില്ലെങ്കിലും, ഈ ലോകത്തിലെ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നില്ല എങ്കിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി 12 കുട്ടയിൽ 1 കുട്ട എന്റേതാണ്. എനിക്ക് വേണ്ടി അവൻ വേർതിരിച്ചതാണ്. അത് എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കൊടുക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കൊടുക്കും, എന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദൈവം കൊടുക്കും. എപ്പോഴും നമ്മൾ ആത്മാവിൽ കാണണം. ഇതൊരു സൗജന്യ വേലയായിട്ട് കാണരുത്. ഈ ആരാധന ഫലമില്ലാത്ത ആരാധനയായിട്ട് കാണരുത്.
ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഫലമില്ലാതെ പോകത്തില്ല. ഇതിനെല്ലാറ്റിനും ഒരു ഫലം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതിന് സംശയമേയില്ല. ഇന്ന് പകൽ സമയം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ശരണപ്പെടാമോ?